ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ അപ്പത്തിന് ആട്ടി വച്ചതിൽ കുറച്ച് മാവ് ഞങ്ങൾക്കുണ്ടായിരുന്നു. 4 മണിക്ക് ചായക്ക് എന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ചു ഒരപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് ഇതിലോട്ട് ഒരു 2-3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ആട്ടി വെച്ചതാണ്. ഉപ്പും പഞ്ചസാരയൊക്കെ ഉണ്ട്. ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് അതുപോലെ തന്നെ ഒരു ശകലം മഞ്ഞപ്പൊടി ഒരു നിറത്തിന് വേണ്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അണ്ടിപ്പഴം മുന്തിരിങ്ങ നമുക്ക് നെയ്യിൽ വറുത്ത് ഇതിനകത്തോട്ട് ഇടാം. ഗ്യാസ് കത്തിച്ച് അത് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പഴവും മുന്തിരിങ്ങ മൂപ്പിച്ച് മാവിലോട്ട് ഇടാം. നമ്മുടെ അണ്ടിപ്പഴവും മുന്തിരിങ്ങ എല്ലാം ഇവിടെ മൂത്തിട്ടുണ്ട്. നമുക്കിതിന് മാവിലോട്ട് ഇടാം. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് മൂപ്പിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെയ്യ് തടവി പാത്രം ധൈര്യ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ അപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിത് നോക്കാം. അത് ആ മാവൊന്നും പെട്ടിട്ടില്ല, വെന്ത് നമുക്കിത് തണുത്തിട്ട് പാത്രത്തിലോട്ട്. നമ്മുടെ ഒരപ്പം എല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. അത്രയും സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത്, കണ്ടല്ല. നമുക്കിത് പ്ലേറ്റിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് എടുത്ത് കാണിക്കാം. അത്രയും നല്ല സോഫ്റ്റായ അടിപൊളി ഒരപ്പമാണ്. നമുക്ക് ഇത് അപ്പത്തിനൊക്കെ മാവ് മിച്ചം വന്നാൽ വെക്കേഷനൊക്കെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ നിൽക്കുമ്പോഴും പെട്ടെന്നൊരു ചായക്കടി ഉണ്ടാക്കണമെങ്കിലും പെട്ടെന്ന് നമുക്ക് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത്രയും സോഫ്റ്റാണ്. കണ്ടല്ല, നല്ല അടിപൊളിയാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം. ഏലക്ക ചേർക്കണം. ഞാൻ മറന്നു ഏലക്കയുടെ കാര്യം പറയാം. എല്ലാവരും ഉണ്ടാക്കണം. സൂപ്പറാണ്, അടിപൊളിയാണ്. വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക്